വാർത്തകൾ തുടരുന്നു. വലപ്പാട് മായ കോളേജിൽ IMA ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ രക്തദാന നിർണയ ക്യാമ്പ് നടത്തി. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സീന ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുമ്പ് തന്നെ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ രക്തദാന ചടങ്ങിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതായി 50ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ രക്തദാന ചടങ്ങിൽ ഉള്ളതെന്ന് അറിയാൻ സാധിച്ചു. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ജീവിതത്തിലെ നന്മ. PTA പ്രസിഡന്റ് ഹഫ്സത്ത് അധ്യക്ഷത വഹിച്ചു. മായ കോളേജ് പ്രിൻസിപ്പൽ CA ആവാസ്, KN രഘുപതി, ഡോക്ടർ ബാബു, അജ്മൽ എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഡിസംബർ 11 മുതൽ 19 വരെ നടത്തുന്ന CPIML പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് കോതകുളത്തു നിന്നും ആരംഭിച്ച ജാഥ നാട്ടിക ഏരിയ സെക്രട്ടറി PC അജയൻ ഉദ്ഘാടനം ചെയ്തു. നിൽക്കുന്ന വലപ്പാട് ആശുപത്രിയുടെ പ്രശ്നം വളരെ കാലമായി CPML അടക്കമുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന നമ്മുടെ തീരദേശ മേഖലയിലൊക്കെ തന്നെ വളരെയധികം ജനങ്ങൾ ആശ്രയിക്കുന്ന സാധാരണക്കാരന് ആശ്രയമായിട്ടുള്ള വലപ്പാട് ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ വളരെയേറെ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടും ഒരു പരിഹാരം കാണാൻ കഴിയാത്ത രീതിയിലേക്ക് മുമ്പ് ഗവൺമെന്റ് ആശുപത്രി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഗവൺമെന്റിൽ നിന്നുള്ള സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ കുറച്ചുകൊണ്ടുവരികയും അതൊക്കെ തന്നെ സ്വകാര്യ വൽക്കരണത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഡെയിലി വേജസിന് വേണ്ടി ഡോക്ടർമാരെ അത്തരത്തിൽ ഡോക്ടർമാരെ നിയമിക്കുകയും സ്ഥിരം ഡോക്ടർമാരെ നിയമിക്കാതെ വളരെയധികം രോഗികൾ ആശ്രയിക്കുന്ന വലപ്പാട് ആശുപത്രിയെ അത്തരത്തിൽ ശോചനീയ അവസ്ഥയിലേക്ക് തള്ളിവിടുകയും സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികൾക്ക് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് സർക്കാരും അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. PY സീന അധ്യക്ഷത വഹിച്ചു. PN പ്രൊവിന്റ്, ജാഥ ക്യാപ്റ്റൻ KB രാഗേഷ്, ജാഥ മാനേജർ രാജു അരയൻകുന്ന്, രാജൻ പട്ടാട്ട് എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് കഴിമ്പ്രം SN സെന്ററിൽ നടന്ന സമാപന പൊതുയോഗം സംസ്ഥാന സെക്രട്ടറി PN പ്രൊവിന്റ് ഉദ്ഘാടനം ചെയ്തു. BV ഉല്ലാസ്, KB പുരുഷോത്തമൻ, ND വേണു, രാജൻ പട്ടാട്ട്, MM മനോജ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ കിഴക്കേ നടയിലെ കച്ചേരിപ്പറമ്പിൽ സർപ്പക്കാവിന് മുൻപിൽ നാഗാരാധനാ സമിതിയുടെ നേതൃത്വത്തിൽ ആയില്യ ആരാധനയും കാവ്യപൂജയും നടത്തി. കച്ചേരി വളപ്പിലെ സർപ്പക്കാവിൽ ആരാധന നടത്തുവാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കച്ചേരി വളപ്പിന് മുന്നിലാണ് നാഗാരാധന നടത്തിയത്. പ്രസിഡന്റ് G ബാലചന്ദ്രൻ മേനോൻ, സെക്രട്ടറി EP ഹരീഷ്, A സതീഷ് ചന്ദ്രൻ മാസ്റ്റർ, C വാസുദേവൻ, PR സിദ്ധൻ, ബോസ് താഴത്തുപുര, ജോയ് മാസ്റ്റർ, K രഘുനാഥ്, ദിവാസ് ആലക്കൽ, RSS കാര്യവാഹക് ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം സ്നേഹതീരം പാർക്കിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചതായി നാട്ടിക MLA ഗീതാ ഗോപി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. MLA ചെയർമാനായുള്ള തളിക്കുളം ഡെസ്റ്റിനേഷൻ കൗൺസിലിന് കീഴിലുള്ള സ്നേഹതീരം പാർക്കിന് ടൂറിസം വിനോദസഞ്ചാര വകുപ്പിൽ നിന്നാണ് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞതായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിൽ ഓട്ടോറിക്ഷ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന്റെ വിതരണം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VR വിജയൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, മെമ്പർമാരായ KP സുഖദാസ്, TK പ്രസാദ്, സുമതി അരവിന്ദാക്ഷൻ, ശ്രീദേവി മാധവൻ, C ശങ്കരനാരായണൻ, അനിത ജ്യോതി, തങ്കമണി ത്രിവിക്രമൻ, MK മോഹനൻ, സെക്രട്ടറി PK ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി PV ഷാബു, PS രശ്മി, TR ശ്രീജ തുടങ്ങിയവർ പ്രസംഗിച്ചു. 40,000 രൂപ വീതമാണ് ധനസഹായം നൽകിയത്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ പൊക്കുളങ്ങര ബീച്ചിൽ ആധുനിക സൗകര്യങ്ങളോടും ചുറ്റുമതിലോടും കൂടി പുനർനിർമ്മിച്ച 17ാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. 2.25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം NK വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വേലായുധൻ തോരൻ വീട്ടിൽ, സതീഷ് പനക്കൽ, KB സുധ, ജീജാഭായ്, പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപ്പിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീകുമാരമംഗലം സമുദായം ക്ഷേത്ര നവീകരണത്തോടനുബന്ധിച്ചുള്ള ബാലാലയത്തിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച നടത്തും. രാവിലെ 11-ന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി വിഷ്ണു ഭാരതീയ സ്വാമി ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PD അഞ്ജലി 3ാമത്തെ സ്വർണം കരസ്ഥമാക്കി. തൃപ്രയാറിൽ പുഴയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. പെരിഞ്ഞനം SSDP സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.